Okay, അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചെക്ക് വെദർ ദി ഗിവൺ ഫംഗ്ഷൻസ് അനലിറ്റിക് ഓർ നോട്ട്. ചെക്ക് വെദർ ദി ഫംഗ്ഷൻസ് അനലിറ്റിക് ഓർ നോട്ട്. തരുന്ന ഫംഗ്ഷൻസ് അനലിറ്റിക് ആണോ അതിലും ചെക്ക് ചെയ്യുക. ഈ സെയിം ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, തരുന്ന ഫംഗ്ഷൻസ് കോഷി റീമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നോക്കാം. കാരണം അനലിറ്റിക് ആവുള്ള കണ്ടീഷൻ എന്തുവാ? കോഷി റീമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആണ്, മാത്രമല്ല ആ 4 ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആവണം. നെസസറി ആണ് സഫിഷ്യന്റ് കണ്ടീഷൻ. ഓക്കെ, സോ അത് ചെക്ക് ചെയ്യാൻ മാത്രം മതി. മീൻസ് ആ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ തന്നേക്കുന്ന സാധനം അനലിറ്റിക് ആയിരിക്കും. നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ എന്തൊക്കെയാണ്? 1 കോഷി റീമൻ ഇക്വേഷൻ, 2 മറ്റേ 4 ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ വേറെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മോഡ് സെഡ്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മോഡ് സെഡ്. ചോദ്യം അനലിറ്റിക് ആണെന്നുള്ള. ഈ മോഡ് സെഡ് ഡിഫറൻഷ്യൽ ആണോ? അല്ല. ഈ മോഡ് സെഡ് ഡിഫറൻഷ്യൽ അല്ല, നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ പിന്നെ അനലിറ്റിക്കും അല്ല, അത് വേറെ കാര്യം. ഇത് നമുക്ക് നോക്കാം. ചോദ്യം അനലിറ്റിക് ആണോ ചെക്ക് ചെയ്യാനാ? ഡിഫറൻഷ്യൽ ആണ് ചെക്ക് ചെയ്യാൻ ചോദിക്കുവാണെങ്കിൽ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ മതി. അനലിറ്റിക് ആണ് ചോദിക്കുവാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എഫ് ഓഫ് സെഡിനെ യു പ്ലസ് ഐ വി ഫോമിലാക്കണം. യു പ്ലസ് ഐ വി നിങ്ങളുടെ ആദ്യത്തെ ക്ലാസ്സോ രണ്ടാമത്തെ ക്ലാസ്സിലോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് ഒരു സാധനം തന്നു കഴിഞ്ഞാൽ അതിന്റെ യുവും വി എഴുതാനാണ്. യു പ്ലസ് ഐ വി ഫോമിലാക്കിയിട്ട് അതിന്റെ യുവും വി എഴുതാനാണ് ആദ്യം ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് പിന്നെ ആവശ്യമുണ്ടെന്ന്. സോ അതുകൊണ്ട് ഞാൻ യുവും വി ആകത്തില്ല, നിങ്ങൾ ഓർത്തോണം. മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ശരിയല്ലയോ? സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 0 ഐ. ഇപ്പൊ യു പ്ലസ് ഐ വി ഫോമിലായല്ലോ. ഇപ്പൊ യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, വി എന്ന് പറയുന്നത് 0. അപ്പൊ യുവും വി എഴുതി. എപ്പോഴും തരുന്ന ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ യുവും വിയും എഴുതുക. ഇതിൽ കോഷി റീമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ നോക്കുക. എന്ത് കോഷി റീമൻ ഇക്വേഷൻ? ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ 1, 2 ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. സോ ഈ 2 ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നോക്കുക. അത് നോക്കണമെങ്കിൽ ഈ 4 ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഡോ യു ബൈ ഡോ എക്സ് കാണാം. ഡോ യു ബൈ ഡോ എക്സ് ന്റെ മീനിങ് യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇപ്പൊ എക്സ് സ്ക്വയറിനെ ചെയ്യുമ്പോൾ 2x, വൈ സ്ക്വയറിനെ ചെയ്യുമ്പോൾ 0. കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ 2x കിട്ടും. ഇനി ഡോ വി ബൈ ഡോ വൈ വി വൈ കൊണ്ട് വി 0 ആയതുകൊണ്ട് ചെയ്യുമ്പോൾ 0 തന്നെ വരും. അടുത്ത ഡോ യു ബൈ ഡോ വൈ ഓരോന്നും നോക്കി വെച്ചോണം. ഡോ യു ബൈ ഡോ വൈ യുവിന് വൈ കൊണ്ട് എന്തായിരിക്കും? 2y. പറഞ്ഞ കാര്യമില്ലല്ലോ. വൈ സ്ക്വയർ ചെയ്യുമ്പോൾ 2y, എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ 0. അടുത്ത ഡോ വി ബൈ ഡോ വൈ യുവിനെ വി വൈ കൊണ്ട് എക്സ് കൊണ്ട് എല്ലാം ചെയ്യണം. അപ്പൊ ഡോ വി ബൈ ഡോ വൈ 0 ആയിരിക്കും. സോ കോഷി റീമൻ ഇക്വേഷൻ പറയുന്നത് എന്തുവാ? ഡോ യു ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ വൈയും തുല്യമാണോ? ഇതാ ഡോ യു ബൈ ഡോ എക്സ്, ഇതാ ഡോ വി ബൈ ഡോ വൈ. തുല്യമാണോ? തുല്യമല്ല. ഒരെണ്ണമെങ്കിലും തുല്യം അല്ലെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അനലിറ്റിക് അല്ല. അവിടെ നിർത്തുക, അനലിറ്റിക് അല്ല. ഡിഫറൻഷ്യൽ പോലും അല്ലായിരുന്നു ഈ ക്വസ്റ്റ്യൻ, ഈ മോഡ് സെഡ്. എന്നാൽ അനലിറ്റിക് ആവണമെങ്കിലോ ഇത് 2 സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിപ്പോ ഒരെണ്ണം പോലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഇങ്ങനെ എഴുതാം, ഡോ യു ബൈ ഡോ എക്സ് നോട്ട് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ, ദെയർഫോർ നോട്ട് അനലിറ്റിക്. എന്തുകൊണ്ടാ? അനലിറ്റിക് ആണെങ്കിൽ കോഷി റീമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതല്ലയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഇ റൈസ് ടു സെഡ്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഇ റൈസ് ടു സെഡ്. നമുക്ക് അനലിറ്റിക് ആണ് ചെക്ക് ചെയ്യാം. എഫ് ഓഫ് സെഡ് ഈക്വൽ ഇ റൈസ് ടു സെഡ്. ഈ ഇ റൈസ് ടു സെഡ് യുവും ബിയുടെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സ്പീഡിൽ പറയുക, നിങ്ങൾ നോക്കിക്കോണം. നിങ്ങളെ കൊണ്ട് നേരത്തെ യുവും ബി എഴുതിപ്പിച്ചതാണ്. എങ്ങനെ യുവും ബി എഴുതുന്നത്? ഇ റൈസ് ടു എക്സ് ഇസഡിന് എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുക്കും. ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ വൈ സ്പ്ലിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ വൈ നമ്മൾ എഴുതും. ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പൊ ഇ റൈസ് ടു ഐ വൈ എന്ന് പറയുന്നത് കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു സൈൻ വൈ. എന്നിട്ട് ഇ റൈസ് ടു എക്സ് ഓപ്പൺ ചെയ്യും. അപ്പൊ ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഇ റൈസ് ടു ഐ ഇൻറ്റു ഇ റൈസ് ടു എക്സ് സൈൻ വൈ എന്ന് വരും. സോ ഇത് റിയൽ പാർട്ട് യു ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് കോസ് വൈ. ഇത് ഇമാജിനറി പാർട്ട് വി ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് സൈൻ വൈ. പറഞ്ഞാൽ കാര്യമില്ല, നിങ്ങളെ പഠിപ്പിച്ചത് യുവും ബി എഴുതാൻ പഠിപ്പിച്ചതാണ് എല്ലാത്തിന്റെയും. സോ യുവും ബി കിട്ടിയാൽ ആ 4 ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. കോഷി റീമൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നോക്കുക. ഓക്കെ, വായിക്കുക. ഇത് സ്പീഡിൽ പറയുന്നത് നിങ്ങളെ യുവും ബി നിങ്ങളെ പഠിപ്പിച്ചതാണ്. നിങ്ങൾ തന്നെ ഇവിടെ ചെയ്തു പോവാം. സോ യു കിട്ടിയത് ഇ റൈസ് ടു എക്സ് കോസ് വൈ, വി കിട്ടിയത് ഇ റൈസ് ടു എക്സ് സൈൻ വൈ. നമുക്ക് ഓരോ ഡെറിവേറ്റീവ് കാണാം. ആദ്യം ഡോ യു ബൈ ഡോ എക്സ് യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഉണ്ട്. യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഉണ്ടായിരുന്നു. അപ്പൊ കോസ് വൈ കോൺസ്റ്റന്റ് വൈ എക്സ് ഒഴികെല്ലാം വരുന്ന കോൺസ്റ്റന്റ്. അപ്പൊ കോസ് വൈ കോൺസ്റ്റന്റ് വെളിയിൽ കളയും. ഇൻറ്റു ഇ റൈസ് ടു എക്സിനെ ചെയ്യുമ്പോൾ ഇ റൈസ് ടു എക്സ്. ഇനി ഡോ യു ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് വൈ ഉണ്ട്. അന്നേരം വൈ കൊണ്ട് ചെയ്യുമ്പോൾ ഇ റൈസ് ടു എക്സ് കോൺസ്റ്റന്റ്. അപ്പൊ ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ ചെയ്യുമ്പോൾ മൈനസ് സൈൻ വൈ. സോ മൈനസ് സൈൻ വൈ. അടുത്ത നമുക്ക് വീട് ചെയ്യാം. ഡോ വി ബൈ ഡോ എക്സ്. സോ വി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഉണ്ടായിരുന്നത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ സൈൻ വൈ കോൺസ്റ്റന്റ്. അപ്പൊ സൈൻ വൈ ഇൻറ്റു ഇ റൈസ് ടു എക്സ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു എക്സ്. അടുത്ത ഡോ വി ബൈ ഡോ വൈ. വി വിത്ത് റെസ്പെക്ട് ടു വൈ ഉണ്ട്. അപ്പൊ സൈൻ വൈ കൊണ്ട് അപ്പൊ ഇ റൈസ് ടു എക്സ് കോൺസ്റ്റന്റ്
സൈൻ വൈ ചെയ്യുമ്പോൾ കോസ് വൈ. ഓക്കെ, ഈ കോശിയുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നോക്കണം. എന്തോ കോശിയുടെ ഇക്വേഷൻ? ഒന്ന് ഡോ യു ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ വൈയും തുല്യമാവണം. രണ്ടോ ഇതിന് തിരിച്ച് അപ്പൊ നെഗറ്റീവ് ഇടണം. ഡോ യു ബൈ ഡോ വൈ മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. അപ്പൊ നോക്കാം, ഫസ്റ്റ് സാറ്റിസ്ഫൈ നോക്കാം. എന്തോ ഡോ യു ബൈ ഡോ എക്സ്? ഡോ യു ബൈ ഡോ എക്സ് കിട്ടിയത് ഇ റൈസ് ടു എക്സ് കോസ് വൈ, ശരിയല്ലയോ? എന്തുവാ ഡോ വി ബൈ ഡോ വൈ? ഇത് രണ്ട് നോക്കുക. ഡോ വി ബൈ ഡോ വൈ ഇ റൈസ് ടു എക്സ് കോസ് വൈ, ശരി? നോക്ക്, തുല്യോ? സോ ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. അപ്പൊ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തു. ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് മാത്രം പോരാ, രണ്ട് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ അനലിറ്റിക് അല്ലെന്ന് പറയാൻ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യാതിരുന്നാൽ മതി, പക്ഷെ ആണെന്ന് പറയാൻ രണ്ട് സാറ്റിസ്ഫൈ ചെയ്യണം. അടുത്ത എന്തുവാ? ഡോ യു ബൈ ഡോ വൈയും മൈനസ് ഡോ വി ബൈ ഡോ എക്സും. പക്ഷെ ഒന്ന് നെഗറ്റീവ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ നോക്ക്, ഡോ വി ബൈ ഡോ എക്സ് അതിന്റെ നെഗറ്റീവ് ഇല്ലേ ഡോ യു ബൈ ഡോ വൈ, അത്ര നോക്കിയാൽ മതി. രണ്ടും ഒരേ ടൈമാണ്. ഇ റൈസ് ടു എക്സ് സൈൻ വൈ, ഇ റൈസ് ടു സൈൻ വൈ നെഗറ്റീവ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരാൾ മറ്റേ ആളെ നെഗറ്റീവിനോട് തുല്യമാവണം. നമുക്ക് നോക്കാം, ശരിയല്ലയോ? അപ്പൊ ഡോ യു ബൈ ഡോ വൈ മൈനസ് ഇ റൈസ് ടു സൈൻ വൈ, ഡോ വി ബൈ ഡോ എക്സ് സൈൻ വൈ ഇ റൈസ് ടു എക്സ്. അപ്പൊ ഡോ വി ബൈ ഡോ എക്സ് മൈനസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനും സെയിം ആവത്തില്ലേ? സോ അതും സെയിം ആവും. സെക്കൻഡും സാറ്റിസ്ഫൈ ചെയ്യും. ഡോ വി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ എക്സ്. അത് തിരിച്ചു മറിച്ചൊക്കെ കുഴപ്പമില്ല, ചിഹ്നം വേണമെങ്കിൽ ഇവിടെ അവിടെ എഴുതാം. സോറി, ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. സോ അതും സാറ്റിസ്ഫൈ ചെയ്യും. ദെയർഫോർ അനലിറ്റിക് എന്ന് പറയരുത്. കോഷ്യൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ മാത്രം പോരാ, ഇനി കണ്ടിന്യൂസ് ആണെന്ന് നോക്കണം. ഈ 4 പേര് കണ്ടിന്യൂസ് ആണെന്ന് നോക്കണം, 4 ഡെറിവേറ്റീവ്. ഇപ്പോൾ കോഷ്യൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു പറഞ്ഞാൽ അനലിറ്റിക് എന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൂടെ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്തുവാ? സഫിഷ്യൻ കണ്ടീഷൻ. ഈ 4 ഡെറിവേറ്റീവും കണ്ടിന്യൂസ് ആയിരിക്കണം. കണ്ടിന്യൂസ് മീൻസ് ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറയാം. ഇതൊക്കെ ഞാൻ വായിക്കുവാണേ, ഇതൊക്കെ നിങ്ങൾ വായിക്കണം. അപ്പോൾ സപ്പോസ് ഡോ യു ബൈ ഡോ എക്സ് നിങ്ങൾക്ക് കിട്ടുന്നത് 1/x² എന്നല്ല എന്ന് വിചാരിച്ചോ. ഇത് കണ്ടിന്യൂസ് ആണെന്ന് ചോദിച്ചാൽ ഡിനോമിനേറ്റർ 0 ആവുന്ന കേസിലാണ് ഈ കണ്ടിന്യൂസ് അല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണോ? ഇത് കണ്ടിന്യൂസ് ആണ് എവിടെ? എക്സ് = 0 ഒഴികെ. അപ്പോൾ അതിൽ എക്സിന് 0 കൊടുത്താൽ, സപ്പോസ് 1/x ആണെന്ന് വിചാരിച്ചോ, എക്സിന് 0 കൊടുത്താൽ ഡിനോമിനേറ്റർ എന്ത് വരും? 0 വരും. സോ 0യിൽ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ സപ്പോസ് വേറെ ഡോ യു ബൈ ഡോ എക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് x - y എന്ന് വിചാരിച്ചോ, ചുമ്മാ പറയുക. അപ്പോൾ എക്സിനും വൈക്കും 0 കൊടുത്താൽ, എക്സിനും വൈക്കും 0 കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആവും. അതുപോലെ എക്സിന് 1 വൈക്ക് 1 കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആവും. സോ അങ്ങനെ ഡിനോമിനേറ്റർ 0 ആവാത്ത കേസുകളിൽ കണ്ടിന്യൂസ്, 0 ആവുന്ന കേസുകളിൽ കണ്ടിന്യൂസ് അല്ല. 0 ആവാത്ത കേസുകളിൽ കണ്ടിന്യൂസ്, 0 ആവുന്ന കേസുകളിൽ കണ്ടിന്യൂസ് അല്ല. ഇത് തന്നെ മീനിങ്. എനിക്കിവിടെ കിട്ടിയ ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ വി ബൈ ഡോ എക്സ്, ഡോ വി ബൈ ഇതെല്ലാം സിമ്പിൾ എക്സ്പ്രഷൻസ് കിട്ടിയേ. ഡിനോമിനേറ്റർ ഇല്ല. അപ്പൊ നിങ്ങൾ എഴുതി വെച്ചാൽ 4 പേര് കണ്ടിന്യൂസ് ആണ്. സപ്പോസ് ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ, സപ്പോസ് ഇവിടെ ബൈ ഒരു എക്സ് ഉണ്ടെങ്കിൽ, അപ്പൊ എക്സ് 0 ആവുന്ന കേസിൽ കണ്ടിന്യൂസ് അല്ല. അന്നേരം എക്സ് 0 ആവുന്ന കേസിൽ കണ്ടിന്യൂസ് അല്ല. ഡിനോമിനേറ്റർ ആളുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ 0 ആവുന്ന കേസിൽ കണ്ടിന്യൂസ് അല്ല. അപ്പൊ നമ്മൾ എഴുതും ആ പോയിന്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും അനലിറ്റിക് ആണ് എഴുതും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഡിനോമിനേറ്റർ ഇല്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിംഗ് എഴുതുക. ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ വി ബൈ ഡോ എക്സ്, ഡോ വി ബൈ ഡോ വൈ, all 4 derivatives are continuous. എന്നിട്ട് therefore അപ്പോൾ കോഷ്യൻ സാറ്റിസ്ഫൈ ചെയ്തു കണ്ടിന്യൂസ് വഴി. therefore തന്ന ക്വസ്റ്റ്യൻ ഈസ് അനലിറ്റിക്. ഈ കോഷ്യൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒക്കെ മിക്കതും നമുക്ക് അനലിറ്റിക് ആയിട്ടുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ പരീക്ഷ തരുന്നത്. ഈ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഡെറിവേറ്റീവ്സിനകത്ത് ഫ്രാക്ഷൻ ആണ്, ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കണ്ടിന്യൂസ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ f (mod z) സ്ക്വയർ. ചോദ്യം അനലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. f (mod z) സ്ക്വയർ. എന്തോ മോഡ് z √(x² + y²). സോ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നേരത്തെ ഏത് ക്വസ്റ്റ്യൻ ഞാൻ മോഡ് z √(x² + y²) കേട്ടോ. √(x² + y². നേരത്തെ ഏത് ക്വസ്റ്റ്യനകത്ത് ഞാൻ എന്തോ തിരുത്തി. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മോഡ് z സ്ക്വയർ നോക്കുക കേട്ടോ. നേരത്തെ ഒരു മോഡ് z ക്വസ്റ്റ്യൻ ഇല്ലല്ലോ, അത് മോഡ് z സ്ക്വയർ നോക്കുക. ആ ക്വസ്റ്റ്യൻ അതായിരുന്നു ഉപയോഗിച്ചത്. ഓക്കെ, നേരത്തെ വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. f (z) = z/z ബാർ. അനലിറ്റിക് ആണ്, ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കണം. അപ്പോൾ z/z ബാർ എന്ന് പറഞ്ഞാൽ u ഉം v ഇടുന്നത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. x + iy / x - iy. മേളിൽ താഴെ കോഞ്ചുറന്റ് ഇൻറ്റു ചെയ്യും എന്ന് പറയുമ്പോൾ x + iy × x + iy / x - iy × x + iy. അപ്പോൾ മേളിൽ x + iy ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ x² + 2ixy + iy സ്ക്വയർ എന്ന് പറയുമ്പോൾ -y². അപ്പോൾ താഴെ x² + y² എന്ന് വരും. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പം
സ്പ്ലിറ്റ് ചെയ്യുമ്പം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. സോ സ്പ്ലിറ്റ് ചെയ്യാം, യു ബി ആക്കി. അപ്പോൾ എന്താ വരും? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. പറഞ്ഞേണ്ട കാര്യമില്ല. അപ്പോൾ യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, വി എന്ന് പറയുന്നത് 2xy ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതൊക്കെ നിങ്ങൾ നേരത്തെ എഴുതാൻ പഠിപ്പിച്ചതാണ്. ഓക്കെ, സോ യു ബിയും കിട്ടി. ഇനി കോശിയമായ ക്വസ്റ്റൻ്റെ 4 ഡെറിവേറ്റീവ് സാറ്റിസ്ഫൈ നോക്കുക. അത്രേ ഉള്ളൂ. നമുക്ക് ആദ്യം ഡോ യു ബൈ ഡോ എക്സ് കാണാം. ഡോ യു ബൈ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഉണ്ട്. പാടാണ്. ഡോ യു ബൈ ഡോ എക്സ്, യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സും ഉണ്ട്, യുവിനെ വിത്ത് റെസ്പെക്ട് എക്സും ഉണ്ടാ. ഇതാണ് യു. അപ്പോൾ യു എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും? കോഷ്യന്റ് റൂള്. കോഷ്യന്റ് റൂള് എന്താ? കോഷ്യന്റ് റൂള് ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്റർ അങ്ങനെ. സോ വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ചെയ്യുന്ന ഓർത്തോണം, വൈ കോൺസ്റ്റന്റ്. അപ്പം ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ 2x, വൈ സ്ക്വയർ ചെയ്യുമ്പോൾ 0. അപ്പോൾ 2x ഇൻറ്റു ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ 2x ഇൻറ്റു ന്യൂമറേറ്റർ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു കോഷ്യന്റ് റൂൾ അടിച്ചേക്കണേ. ഓപ്പൺ ചെയ്യുമ്പം 2x ക്യൂബ് പ്ലസ് 2xy സ്ക്വയർ മൈനസ് 2x ക്യൂബ് പ്ലസ് 2xy സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. സോ അത് വെട്ടിപ്പോവും. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ഇങ്ങനെ കിട്ടും. 2xy സ്ക്വയർ അല്ല 2xy സ്ക്വയർ 4xy സ്ക്വയർ 4xy സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. സോ ഇങ്ങനെ കിട്ടും ഡോ യു ബൈ ഡോ എക്സ്. 4xy സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് കിട്ടി. ഇപ്പോൾ ഓർക്കേണ്ട കാര്യം, ഈ ഡോ യു ബൈ ഡോ എക്സ് ഒരു ഫ്രാക്ഷനാണ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ചെക്ക് ചെയ്യണം. ഇപ്പോഴല്ല പിന്നെ. ഇപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് കിട്ടി. വായിക്കുക. അടുത്ത എന്താ വേണ്ട? അടുത്ത ഡോ യു ബൈ ഡോ വൈ. ഈ സെയിം സാധനം വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട്. അപ്പോൾ ഡോ യു ബൈ ഡോ വൈ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എക്സ് സ്ക്വയറിന്റെ 0 മൈനസ് വൈ സ്ക്വയറിന്റെ 2y. അപ്പോൾ മൈനസ് 2y എന്ന് വരും. ഒരു മൈനസ് ഉണ്ടല്ലോ. ഇൻറ്റു ഡിനോമിനേറ്റർ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ 2y അല്ല ഡിനോമിനേറ്റർ 2y ഇൻറ്റു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു അല്ല ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് 2y എക്സ് സ്ക്വയർ മൈനസ് 2y ക്യൂബ് മൈനസ് 2y എക്സ് സ്ക്വയർ പ്ലസ് 2y ക്യൂബ്. സോ ഇതങ്ങ് വെട്ടിപ്പോവും. വൈ ക്യൂബിന്റെ വെട്ടിപ്പോവും. സോ ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് മൈനസ് 2y ക്യൂബ് മറ്റു വെട്ടിപ്പോവും. മറ്റേത് വരുമ്പോൾ മൈനസ് 4y എക്സ് സ്ക്വയർ എന്ന് വരും ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. സോ ഇങ്ങനെ കിട്ടും ഡോ യു ബൈ ഡോ വൈ മൈനസ് 2y എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ജസ്റ്റ് കോഷ്യന്റ് റൂള്. കോഷ്യന്റ് റൂള് എക്സിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻസ് ചെയ്യുമ്പോൾ വൈയെ കോൺസ്റ്റന്റ് കാണണം, വൈയെ ചെയ്യുമ്പോൾ എക്സിനെ കോൺസ്റ്റന്റ് കാണണം. അത്രയുള്ള കാര്യം. നമുക്ക് അതിന് സെയിം ബിയുടെ ചെയ്യണം. ഡോ വി ബൈ ഡോ എക്സ് ബിയെ വിത്ത് റെസ്പെക്ട് എക്സ് ഉണ്ട്. അപ്പോൾ മേളിൽ 2xy. അപ്പോൾ 2y കോൺസ്റ്റന്റ്. അപ്പോൾ 2y ഇൻറ്റു എക്സിനെ ചെയ്യുമ്പോൾ 1. അപ്പോൾ 2y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ അല്ല ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. അടുത്ത ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ 2x ഇൻറ്റു ന്യൂമറേറ്റർ 2xy ബൈ താഴത്തെ അതിന്റെ സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ഡോ വി ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഓപ്പൺ ചെയ്യുമ്പോൾ 2y എക്സ് സ്ക്വയർ പ്ലസ് 2y ക്യൂബ് മൈനസ് 2x സ്ക്വയർ വൈ 2 അല്ല 4 വരും ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് 2y എക്സ് സ്ക്വയർ പ്ലസ് 2y ക്യൂബ് മൈനസ് 4x സ്ക്വയർ വൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. സോ ഡോ വി ബൈ ഡോ എക്സ് കിട്ടിയല്ലോ. ഇപ്പൊ നമ്മൾ ഊഹിക്കാം. ഫസ്റ്റ് കോഷ്യന്റിന്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്തുവാ? ഡോ യു ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ എക്സും തുല്യമാണെന്നില്ലയോ? ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി അല്ല ഫസ്റ്റ് ഇക്വേഷൻ ഡോ വി ബൈ ഡോ വൈ. സെക്കൻഡ് ഇക്വേഷൻ ഡോ വി ബൈ ഡോ വൈയും ഡോ യു ബൈ ഡോ വൈയും മൈനസ് ഡോ വി ബൈ ഡോ എക്സും തുല്യമാവണം. ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ നോക്കിയാൽ നിങ്ങളുടെ ഡോ യു ബൈ ഡോ വൈ ഉണ്ട്, ഡോ വി മൈനസ് ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഇല്ലെങ്കിൽ ഡോ വി ബൈ ഡോ എക്സും ഉണ്ട്. തുല്യമാവുമോ? രണ്ടാ വ്യത്യാസമാണ്. അപ്പൊ തന്നെ ഇത് തുല്യമാവുന്നില്ല. ഇനി അടുത്ത് ചെയ്യാൻ പോലുള്ള കാര്യമില്ല. തുല്യമല്ലെന്ന്
ഇപ്പൊ നിങ്ങളുടെ 3 എണ്ണം ഉണ്ടല്ലോ, ഡോ ഇ ബൈ ഡോ എക്സും ഡോ ഇ ബൈ ഡോ വൈയും. ഇപ്പൊ കിട്ടിയത് ഡോ വി ബൈ ഡോ എക്സും. സോ ഡോ ഇ ബൈ ഡോ എക്സ് തുല്യമുണ്ട് ആരും ഏട്ടാ ഈ ഡോ ഇ ബൈ ഡോ വൈ ഏട്ടാ തുല്യമാവുന്നുണ്ടോ നോക്ക്. തുല്യമാവുന്നില്ല. ദെർഫോർ നോട്ട് അനലിറ്റിക്. അവിടെ കൊണ്ട് നിർത്തുക, വെറുതെ ചെയ്ത സമയം കളണ്ട. നോട്ട് അനലിറ്റിക്. ഓക്കെ ഓക്കെ. ഇപ്പൊ എല്ലാം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ ചെയ്ത് ഒന്നയക്കണം. കറക്റ്റ് ചെയ്ത് തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ പഠിപ്പിച്ചത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് സർക്കിൾ സൈനസ് ഉണ്ട്. സൈനസിന്റെ യും വി എഴുതാൻ പഠിപ്പിച്ചതാണ്. അപ്പൊ നിങ്ങൾ യും വി എഴുതിയിട്ട് ഈ പറഞ്ഞ ആ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. കോസ് സെഡ് സെയിം. ഇസഡ് സ്കോർ യും വി എഴുതാൻ പഠിപ്പിച്ചതാ തുടക്കം. യും വി എഴുതിയിട്ട് ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് തുല്യമാണെന്ന് നോക്കുക. ഇസഡ് യും വി എഴുതാൻ അറിയാം. മോഡസിന്റെ ബൈ സെഡ് യും വി എഴുതാൻ അറിയാം. സോ ഇതൊക്കെ എല്ലാ ക്വസ്റ്റിനും യും വി നിങ്ങൾക്ക് എഴുതാൻ അറിയാം. ആ യും വി നിങ്ങൾ എഴുതിയിട്ട് 4 ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് കോഷി ഇക്വേഷൻ ആ ഫോർമുല ഈക്വൽ ആവും നോക്കുക. ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഞാൻ നേരെ കയറി പരീക്ഷയ്ക്ക് ചോദിക്കും, ഉറപ്പാണ്.